വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഷീന മാർട്ടിൻ ഉണ്ട്. ഷീന, എവർഗ്രീൻ ഹിറ്റുകൾ ഒരുപാട് തലമുറകൾക്ക് കാലത്തേക്കും ഓർത്തോർത്ത് ചിരിക്കാൻ ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ച സംവിധായകനാണ് വിടവാങ്ങിയത്. പൊതുദർശനം അടക്കമുള്ള ചടങ്ങുകളുടെ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഒപ്പം അദ്ദേഹത്തെ എങ്ങനെ ഈ ഘട്ടത്തിൽ അവിടെ എത്തിയ സഹപ്രവർത്തകർ ഓർമ്മിക്കുന്നു? അരുണ്യ, തീർച്ചയായും മലയാളി പ്രേക്ഷകർക്ക് മറക്കാനാവാത്ത ഒരു പിടി നല്ല ചിത്രങ്ങൾ, ഒരു പിടി ഹാസ്യ ചിത്രങ്ങൾ മലയാളത്തിന് സമ്മാനിച്ച പ്രിയ സംവിധായകനാണ് ഷാഫി എന്നുള്ളത്. ഇന്നലെ രാത്രി 12:25 ഷാഫി മരണപ്പെടുന്നത്. കഴിഞ്ഞ 7 ദിവസമായി ഷാഫി ചികിത്സയിലാണ്. തലവേദനയെ തുടർന്നാണ് ഷാഫി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. തലവേദനയെ തുടർന്ന് പ്രവേശിപ്പിച്ച ഷാഫിക്ക് പിന്നീട് ആന്തരിക രക്തസ്രാവം ഉണ്ടാവുകയായിരുന്നു. ലോകവും അതേപോലെ തന്നെ ബന്ധുക്കളും കുടുംബക്കാരും ഒക്കെ. പക്ഷെ എന്നാൽ കഴിഞ്ഞ 3 ദിവസമായി ഷാഫിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയായിരുന്നു. അങ്ങനെ അതിനൊടുക്കമാണ് ഇന്നലെ രാത്രി ഷാഫി നമ്മളോടെല്ലാം വിട പറഞ്ഞത്. മലയാളി പ്രേക്ഷകർ എന്നും ഓർത്തുവെക്കുന്ന ഒരുപടി നല്ല ഹാസ്യ ചിത്രങ്ങൾ, ആരെയും വേദനിപ്പിക്കാതെ, ആരെയും മനസ്സിൽ തട്ടിക്കാതെ എല്ലാവരെയും ചിരിപ്പിക്കുന്ന നർമ്മം കലർത്തിയിട്ടുള്ള ഷാഫിയുടെ ചിത്രങ്ങൾ മലയാളത്തിന് സമ്മാനിച്ചത് വലിയ നഷ്ടമാണ്, തീരാ നഷ്ടമാണ്. ഷാഫിയുടെ വിയോഗം മലയാള സിനിമയ്ക്ക് ഉണ്ടാക്കി വെക്കുന്നത്. ഇന്ന് രാവിലെ പുലർച്ചെയോടെയാണ് ഷാഫിയുടെ മൃതദേഹം ഈ എളമക്കരയിലെ വീട്ടിലേക്ക് എത്തിച്ചത്. ഇതിനുശേഷം 9 മണിയോടുകൂടി തന്നെ മൃതദേഹം ഇവിടെ നിന്ന് കലൂരിലെ പൊതുദർശന ഹാളിലേക്ക് മാറ്റും. അവിടെയായിരിക്കും പൊതുദർശനത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം സജ്ജമാക്കിയിട്ടുള്ളത്. ആ പൊതുദർശനത്തിലാണ് കലൂരിലുള്ള മണപ്പാടി ഹാളിലാണ്. അവിടെയാണ് പൊതുദർശനത്തിനുള്ള സൗകര്യമെല്ലാം ഒരുക്കിയിട്ടുള്ളത്. അതിനുശേഷം വൈകിട്ട് 4 മണിയോടെയാണ് കലൂർ മുസ്ലിം ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിലാണ് ഷാഫിയുടെ ഖബറടക്കം നടക്കുക. ആദ്യ സിനിമ മുതൽ വൺ മാൻ ഷോ നിർമ്മിച്ച ആദ്യ സിനിമ മുതൽ ഷാഫിയുടെ കൂടെ ഉണ്ടായിരുന്ന നടനായിരുന്നു ലാലും ഇന്ദ്രൻസും ഒക്കെ കുറച്ച് സമയത്തിന് മുൻപാണ് ഇവിടെ നിന്നും പോയത്. അവസാനമായി ഷാഫിയെ ഒരു നോക്ക് കാണാൻ അവരെത്തിയിരുന്നു. കുറച്ചു നേരം ഷാഫിയുടെ മൃതദേഹത്തിനടുത്ത് അവർ ഇരുന്നു. അതിനുശേഷം ഇന്ദ്രൻസ് ഷാഫിയെ അനുസ്മരിച്ച് സംസാരിച്ചു. മറക്കാനാവാത്ത സംവിധായകൻ, അല്ലെങ്കിൽ ഒരിക്കലും പ്രഗത്ഭരായ നായകന്മാർക്കൊപ്പം ഒക്കെ ചെയ്ത സിനിമകളെല്ലാം തന്നെ വമ്പൻ ഹിറ്റാക്കിയ സംവിധായകൻ ഷാഫി, സിദ്ദിഖ് കൂട്ടുകെട്ടിൽ പിറന്ന സിനിമകളെല്ലാം തന്നെ വമ്പൻ ഹിറ്റ്. മറക്കാനാവാത്ത, പിന്നെയും കാണാൻ തോന്നിക്കുന്ന സിനിമകൾ, നിത്യജീവിതത്തിൽ അടക്കം നമ്മൾ ഉപയോഗിക്കുന്ന ഡയലോഗുകൾ, അങ്ങനെ ഷാഫിയുടെ പ്രത്യേകതകൾ പറഞ്ഞറിയിക്കാനാവാത്തതാണ്. ഒരുപാട് റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകൾ, ചിരിയിളക്കങ്ങളിലൂടെ വീണ്ടും കാണാൻ പ്രേരിപ്പിക്കുന്ന സിനിമകൾ. അങ്ങനെ ഷാഫിയുടെ വിജയഗാഥകൾ. 10ാം ക്ലാസ്സിന് ശേഷം ഷാഫി, പിതാവിൻ്റെ മരണത്തിന് ശേഷം ഷാഫി ഒരു ജോലിക്ക് ഇറങ്ങിയപ്പോൾ ഷാഫിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സിനിമ എന്നുള്ളത്. മിമിക്രിയിൽ നിന്നും മോണോ ആക്റ്റിൽ നിന്നുമൊക്കെ അന്നും കലാരംഗത്ത് സജീവമായിരുന്ന ഷാഫി പിന്നീട് റാഫിയുടെ സഹസംവിധായകനാണ് സിനിമാ മേഖലയിലേക്ക് എത്തിച്ചേരുന്നത്. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് തുടങ്ങിയ ജൈത്രയാത്ര ഇന്ന് ഷാഫിയുടെ സിദ്ദിഖിനൊപ്പം തിരികെ ഷാഫി മടക്കമില്ലാത്തൊരു യാത്രയിലാണ് ഷാഫി നിൽക്കുന്നത്. മലയാള സിനിമാ ലോകം ഷാഫിയുടെ മൃതദേഹം എളമക്കരയിലെ വീട്ടിലെത്തിച്ചിരിക്കുകയാണ്. പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് 4 മണിയോടുകൂടി കലൂർ ജുമാ മസ്ജിദ് പടിലാകും ഖബറടക്കം. വിവരങ്ങൾ നൽകുകയായിരുന്നു ഷീന മാർട്ടിൻ കൊച്ചിയിൽ നിന്നും.